PM ആവാസ് യോജന പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ കേന്ദ്ര സർക്കാരിന്റെ പേരിൽ ബ്രാൻഡിംഗ് നിർബന്ധമാക്കുന്നതിനെതിരെ A. റഹീം MP വിമർശനം ഉന്നയിച്ചു. ഇത് ഗുണഭോക്താക്കളുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന നടപടിയാണെന്നും മലയാളികളുടെ വീടുകളിൽ ഇത്തരം ബ്രാൻഡിംഗ് അനുവദിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വീടുകൾക്ക് സർക്കാർ സഹായം നൽകുന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്നും അതിന്റെ പേരിൽ സ്ഥിരം ബോർഡുകൾ സ്ഥാപിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ സഹായം ചെയ്യേണ്ടത് ഒരു സർക്കാരിൻ്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ് എന്നത് മറന്നുകൊണ്ടാണ് മോദി സർക്കാർ ബ്രാൻഡിംഗ് നിബന്ധന അടിച്ചേൽപ്പിക്കുന്നത്. മോദി ഭരണഘടനാ മൂല്യങ്ങളെ അവഗണിക്കുമ്പോൾ അത് അനുകരിക്കാനല്ല കേരളം ശ്രമിക്കേണ്ടത്, എതിർക്കുകയും തിരുത്തുകയും ചെയ്യുകയാണ് വേണ്ടത്. ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം UDF സർക്കാർ നിർവഹിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ലൈഫ് ഭവന പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ വീടുകൾക്ക് ധനസഹായം നൽകുന്നുണ്ടെന്നും പല വീടുകളും പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര പദ്ധതിയിൽ ബ്രാൻഡിംഗ് നിബന്ധനകൾ പാലിക്കാത്തതിനാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ UDF സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും A. റഹീം ആവശ്യപ്പെട്ടു. ഏകപക്ഷീയമായി ഇപ്പോൾ UDF സർക്കാർ കീഴടങ്ങാൻ പോകുന്നുവെന്നാണ് മന്ത്രി ശ്രീ ഷാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷാജിയോട് പറയാനുള്ളത്, മോദിക്ക് വേണ്ടി മലയാളികളുടെ വീട്ടിൽ ചാപ്പയടിക്കാൻ ശ്രീ ഷാജി വരണ്ട. ഷാജി വേറൊരാളാണ്. ഷാജിയുടെ തങ്ങൾ പാണക്കാട്ടല്ല, മോദിയാണ് ഷാജിക്ക് തങ്ങൾ. മനസ്സിൻ്റെ ചുവരിൽ വളരെ പണ്ടേ തന്നെ മോദിയെ ഒട്ടിച്ച ആളാണ് ശ്രീ ഷാജി. അത് ആ മനസ്സാരും കാണാതെ പോകരുത്. യാ സയ്യിദ് അറ്റ് പാണക്കാടല്ല, യാ മോദി അറ്റ് നാഗപ്പൂറാണ് ഷാജിയുടെ മന്ത്രം. കേരളത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ നഗരമേഖലകളിൽ ഒരു വീടിന് 4 ലക്ഷം രൂപയാണ് ധനസഹായമായി നൽകുന്നതെന്നും അതിൽ കേന്ദ്ര വീതം 1.5 ലക്ഷം രൂപ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുവരെ 5,783 വീടുകൾ ഉറപ്പാക്കിയതായും 1,05,582 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതായും ചൂണ്ടിക്കാട്ടിയ റഹീം ഒരു വീടിലും ലൈഫ് പദ്ധതിയുടെ പേരോ ലോഗോയോ നിർബന്ധമാക്കിയിട്ടില്ലെന്നും അവകാശപ്പെട്ടു. നമ്മുടെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ നഗരങ്ങളിൽ നൽകുന്നത് ആകെ 4 ലക്ഷം രൂപയാണ്. അത് കേരളത്തിൽ പലപ്പോഴും ഈ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കൂടി കൊടുക്കുമ്പോൾ 4.25 വരെ കിട്ടാറുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ കേന്ദ്ര ഷെയർ എത്രയാണ്? 1.5 ലക്ഷം മാത്രം. PMAY 1.5 ലക്ഷം 1.5 ലക്ഷം കൊടുത്തിട്ടാണ് ഈ പറയുന്ന കണ്ടില്ലേ ബോർഡ് എഴുതി വെക്കാൻ പറഞ്ഞത്, സ്ഥിരം ബോർഡ്. പിണറായി സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇതുവരെ 5,783 വീട് ഉറപ്പാക്കിയിട്ടുണ്ട്. 1,55,082 വീട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നു. ഒരെണ്ണത്തിൽ പോലും ലൈഫ് പദ്ധതിയുടെ ഒരു അടയാളം പോലും പതിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. കേന്ദ്രത്തോട് മലയാളിയുടെ ആത്മാഭിമാനം കാക്കാൻ LDF സർക്കാർ പോലും ലോഗോ ബ്രാൻഡ് ചെയ്യാത്തതിനാൽ PMAY 2-ൽ നമുക്ക് പണം ലഭിക്കാതെ വന്നപ്പോഴും നമ്മളതിന് മുമ്പിൽ കീഴടങ്ങിയില്ല. LDF സർക്കാർ മലയാളിയുടെ ആത്മാഭിമാനത്തിന് കാവൽ നിന്നു. UDF സർക്കാർ മലയാളിയുടെ ആത്മാഭിമാനത്തെ മോദിയുടെ അല്പത്വത്തിന് മുന്നിൽ പണയം വയ്ക്കുകയാണ് ചെയ്യുന്നത്.